ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 3-ാമത്തെ അധ്യായം ഒടുക്കത്തെ ഭാഗത്തെ പറയുകയാണ്. 73 ശ്ലോകങ്ങളാണ് ഇതിൽ ഉള്ളത്. 74 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 70-ാമത്തെ ശ്ലോകം തൊട്ട് പറയുകയാണ്. ഭക്തിരുവാച, ഭക്തി ഇവരോട് പറയാ, സനൽകുമാരാദി മഹർഷിമാരോടും നാരദനോടും സദസ്യരോടും എല്ലാവരോടും. ഭവദ്ഭിരദ്യൈവ കൃത അസ്മി പുഷ്ട കലിപ്രണഷ്ടാപി കഥാരസേന ക്വാഹം തു തിഷ്ഠാമ്യധുനാ ബ്രുവന്തു ബ്രാഹ്മ്യ ഇദം താം ഗിരമുചിരേത്തെ. അപ്പോൾ ഈ വാക്കുകൾ പറയുന്നത് സനൽകുമാരാദി മഹർഷിമാരോടാണ് എങ്കിലും അതിനെ കുറച്ച് കടത്തി വ്യാഖ്യാനിക്കാം, വിരോധമില്ല. നമ്മളൊക്കെ ഭാഗവതം വായിക്കുമ്പോൾ ഭക്തി വന്നു എന്ന് സങ്കല്പിക്കുക, നമ്മളോട് ഇങ്ങനെ ചോദിച്ചു എന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും ഒരേപോലെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ആ കടത്തി പ്രാർത്ഥിക്കൽ ഈ ഭക്തിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് പറയാം. ബ്രാഹ്മ്യ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ സനകാദി മഹർഷിമാർ ആ ഭക്തിദേവിയോട് ഇങ്ങനെ നന്നായിട്ട് തന്നെ ഗിരം ഊജിരേ, നല്ല വാക്കിനെ പറഞ്ഞു എന്നാണ്. കലിദോഷം കാരണമാണ് ഇപ്പോൾ ഭക്തിദേവി ഇങ്ങനെ എല്ലാ ദിക്കിലും എത്താത്ത രീതിയിൽ, ആരുടെ മനസ്സിലും ഭക്തി ഇല്ലാത്ത രീതിയിൽ ആയി തീർന്നിരിക്കുന്നത്, ഖണ്ഡിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ കുറച്ച് ഭക്തിയൊക്കെ ഉണ്ട്. ഭക്തി 81 തരം ഉണ്ട്, അല്ലെങ്കിൽ 82 തരമുണ്ട്. 2 തരമേ ഉള്ളൂ ഭക്തി: നിർഗുണഭക്തി, സകാമഭക്തി. സഗുണഭക്തി, നിർഗുണഭക്തി. നിഷ്കാമഭക്തി, സകാമഭക്തി. 2 ഉള്ളൂ ആകെ. അപ്പോൾ അതിൽ ഈ സകാമഭക്തി 81 തരമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണക്കാക്കുമ്പോൾ ഇതൊക്കെ ഖണ്ഡിക്കപ്പെട്ടു എന്നാണ്. സാത്വികമായിട്ടും രാജസമായിട്ടും തമോ ഗുണമായിട്ടും ഭക്തി 3. അതേപോലെ തന്നെ ഉത്തമഭക്തി, മധ്യമഭക്തി, പ്രാകൃത ഭക്തി, ഇങ്ങനെയൊക്കെ ഉണ്ട്. നവധാഭക്തി: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പം ഇങ്ങനെയുള്ള ഭക്തി ഞാൻ അനവധി കഷ്ണങ്ങളായിട്ട് കിടക്കുക പറയാണ്. ഇപ്പോൾ ഈ കഥാരസം കൊണ്ട് ആ സനകാദി മഹർഷിമാർ നന്നായിട്ട് ഭാഗവതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഇപ്പോൾ പോഷിപ്പിച്ചിരിക്കുന്നു. ഭാഗവതത്തിൻ്റെ മഹിമ പറഞ്ഞാൽ മതി, ഭാഗവതം പറഞ്ഞാൽ മതി, ഈ ഭക്തി പോഷിപ്പിക്കപ്പെടും. ഞാനും എൻ്റെ പുത്രന്മാരും ഭക്തിയും ഈ ജ്ഞാനവൈരാഗ്യങ്ങളും എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ പറയണം. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രന്മാർ ഇങ്ങനെ പറഞ്ഞു, സനകാദി മഹർഷിമാർ ഇങ്ങനെ പറഞ്ഞു. ഒരു ശ്ലോകം കൊണ്ടാണ് ഈ ഭക്തിദേവി ചോദിച്ചത്. ഭവദ്ഭിഹി അദ്യ ഏവ, സനകാദി ആകുന്ന നിങ്ങളാൽ ഇപ്പോൾ തന്നെ പറഞ്ഞതായിട്ടുള്ള ഈ കാര്യം. ഭവദ്ഭിഹി അദ്യ ഏവ, ഇപ്പോൾ സനകാദി മഹർഷിമാരെ നിങ്ങൾ ഇപ്പോൾ ഉണ്ടായില്ലേ, അദ്യ ഏവ, ഇപ്പോൾ എന്താ ഉണ്ടായത്? കൃത അസ്മി പുഷ്ട, നിങ്ങളുടെ ഈ വാക്ക് കാരണം കൊണ്ടാണ് എനിക്ക് പുഷ്ടി കിട്ടിയത്. കൃത അസ്മി പുഷ്ട, എനിക്ക് കൃത പുഷ്ടി കൃത അസ്മി, അപ്പോൾ എനിക്ക് പുഷ്ടി കിട്ടി, ഭക്തിക്ക് പുഷ്ടി കിട്ടി. കലി പ്രണഷ്ടാപി, കലിയുടെ ആ ദോഷങ്ങൾ മുഴുവനും നഷ്ടമാവുകയും ചെയ്തു. കലിദോഷം വരാതെ കണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാരണം കഥാരസേന, ഭഗവാന്റെ കഥകളിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഈ കലിദോഷം മുഴുവൻ തീർന്നു കിട്ടി. എൻ്റെ അല്ല, കുട്ടികളുടെ ജ്ഞാനവൈരാഗ്യത്തിൻ്റെ. ക്വ അഹം തു തിഷ്ഠാമി, ഞാൻ എവിടെയായിരിക്കേണ്ടത്? അധുന, ഇപ്പോൾ. ബ്രുവന്തു, പറയണേ. ഇപ്പോൾ ഭാഗവതം പറയണേൻ്റെ മുന്നെയാണ് എന്നാ. ഭഗവാന്റെ കഥകൾ പറഞ്ഞിട്ടാണ് എന്ന് വാദം. ഭഗവാന്റെ ഭാഗവതം എന്നുള്ളത് വായിക്കണതിൻ്റെ മുന്നെയാണ് എന്നും. ഇപ്പോൾ ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങൾ വന്ന് ഇരുന്നതിൻ്റെ ശേഷമാണ് ഭാഗവത പാരായണം ഹരിദ്വാറിൽ വെച്ചിട്ട് നടത്തിയത് സനകാദികൾ എന്നത് നിയമമാണ്, സമർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഭക്തി പറയാണ്, ക്വാഹം തുതിഷ്ഠാമി അധുന, ഞാൻ എവിടെയായിരിക്കേണ്ടത് ഇപ്പോൾ? ബ്രുവന്തു, നിങ്ങൾ പറയൂ. ബ്രാഹ്മ്യ ഇദം താം ഗിരം ഊചിരേത്തെ, ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാരെ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇദം താം ഗിരം ഊചിരേത്തെ, ആ
തേ ആ ഭക്തിദേവിയോട് ഇപ്രകാരത്തിൽ ഗിരം ഊജിരെ നല്ല വാക്കുകളെ പറഞ്ഞു. താം ആ ഭക്തിദേവിയോട് പറഞ്ഞു. ഭവദ്ഭിഃ അദ്യ ഏവ കൃത അസ്മി പുഷ്ട കലി പ്രണഷ്ട അഭി കഥാരസേന ക്വ അഹം തു തിഷ്ഠാമി അധുനാ ബ്രുവന്തു ബ്രാഹ്മ്യ ഇദം താം ഗിരം ഊജിരെ തേ. പദച്ഛേദം. ഭവദ്ഭിരദ്യൈവ കൃതാസ്മി പുഷ്ട കലി പ്രണഷ്ടാഭി കഥാരസേന ക്വാഹം തു തിഷ്ഠാമ്യധുനാ ബ്രുവന്തു ബ്രാഹ്മ്യായിദം താം ഗിരമൂജിരേ തേ. ആ ഭക്തിദേവി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭക്തിയോട് ജ്ഞാനവൈരാഗ്യങ്ങളോട് ഈ സനകാദി മഹർഷിമാർ പറഞ്ഞു എന്നാണ്. സനകൻ, സനന്ദൻ, സനാതനൻ, സനകുമാരൻ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ്, മാനസപുത്രന്മാരാണ്. ഭക്തേഷു ഗോവിന്ദ സ്വരൂപധർत्री പ്രേമൈകകർत्री ഭവരോഗഹന്ത്രി സാത്വം ച തിഷ്ഠസ്വ സുധൈര്യ സംശ്രയ നിരന്തരം വൈഷ്ണവമാനസാനി. പറയാണ് സനകാദി മഹർഷിമാർ. ഈ ഭക്തിയുടെ വൈഭവം വളരെ കൂടുതലാണ്. അതിനെ നല്ലോണം പ്രശംസിച്ചുകൊണ്ട് സനകാദി മഹർഷിമാർ ഭക്തിയോട് പറയുകയാണ്. ഹരിദാസന്മാരിൽ ഗോവിന്ദ സ്വരൂപത്തെ ധരിക്കുന്നതായിട്ടുള്ള ഭാവമാണ് ഭക്തിദേവിക്ക്. അപ്പോൾ പ്രേമസ്വരൂപിണിയായിട്ടുള്ള ഭഗവാനോട് വളരെയധികം ഇഷ്ടം, ഭക്തി, പലതരത്തിലുള്ള അനുരാഗം, ഏറ്റവും മാക്സിമം ആയിട്ടുള്ള രാഗം അനുരാഗം വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള രാഗം, വിത്തൗട്ട് ബ്രേക്ക്, അജസ്രം ആണ് അനുരാഗം. രാഗം ഉണ്ടായാൽ പോരാ, അനുരാഗം വേണം. അനുരാഗം എന്നുള്ളതിന് കണ്ടിന്യൂസ് എന്നുള്ള സാരാണ്, വിത്തൗട്ട് ബ്രേക്ക്, അജസ്രം. അപ്പോൾ അങ്ങനെ ജന്മമരണ പ്രവാഹരൂപമായിട്ടുള്ള ഈ സംസാര രോഗത്തെ മുഴുവൻ വധിക്കുന്നതായിട്ടുള്ള, നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഭക്തിദേവിയുടെ ഈ പ്രേമരൂപം, അത് എത്രത്തോളം ഭക്തി ഓരോരോ ജീവനും ഈ ധൈര്യത്തെ കൊടുക്കും. ഈ ഭഗവത് ഭക്തന്മാരുടെ മനസ്സുകളിൽ സദാസമയത്തും ഇങ്ങനെ ശോഭിച്ചുകൊണ്ട് ഇരിക്കുക. പ്രസന്നവദനയാവണം. ഇപ്പോൾ വിളക്കൊക്കെ നല്ലോണം നന്നായിട്ട് കത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശോഭയുണ്ടല്ലോ, അതേപോലെ തെളിഞ്ഞ് നിൽക്കണം. ഇങ്ങനെ ഭക്തന്മാരുടെ മനസ്സിൽ വസിച്ചോളൂ. ഭക്തിദേവിയുടെ ഈ മനസ്സിൽ വസിക്കുക എന്നൊരു കാരണം കൊണ്ട് മറ്റ് ചിന്തകളിൽ നിന്നും ഈ മർത്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും, മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ആ മനസ്സിലേക്ക് വേറൊന്നും കടത്തിവിടാതിരിക്കുക, നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലേക്ക് മറ്റൊന്ന് കയറി വരാൻ പറ്റാത്ത രീതിയിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ചിലത് നിറച്ചിട്ടാലും മുഴുവനാവില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട്. ഇപ്പോൾ വെള്ളം നിറച്ച് വെച്ച് വയ്ക്കുക, അതിലിത്തിരി കല്ലോ മണലോ ഇട്ടാൽ വീണ്ടും അതിൽ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. കുറച്ച് വെള്ളം പോവുമെങ്കിലും കുറേ അതിൽ ചേരും. അതുപോലെ മണൽ നിറച്ച് വെച്ചിരിക്കുകയാണ്, അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോവും. നേരെ മറിച്ച് ചില വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒന്നും പോകില്ല. കാരണം വിത്തൗട്ട് എയർ ഗ്യാപ്പ്, ഒട്ടും സ്ഥലമില്ലാത്ത രീതിയിൽ, ആകാശം എന്നുള്ളത് ലെവലേശം ഇല്ലാത്ത രീതിയിൽ, കുറച്ചുണ്ടാവാതിരിക്കില്ല, എന്തായാലും അത്രയും നിറഞ്ഞു നിൽക്കൂ എന്നാണ്. അങ്ങനെ ആയാൽ പിന്നെ വേറൊന്നും അവിടേക്ക് വരില്ല. അതുകൊണ്ട് ആ ജീവൻ രക്ഷപ്പെടും. ഇങ്ങനെ ഭക്തിദേവി അവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ജ്ഞാനം ഉണ്ടാവും, വൈരാഗ്യം ഉണ്ടാവും. അതുകൊണ്ട് ലവലേശം സ്ഥലം ഒഴിച്ചിടാതെ കണ്ട് നിറഞ്ഞ ഭക്തിദേവി അവിടെ ഇരുന്നോളൂ എന്ന് പറയാണ്. ഭക്തേഷു ഗോവിന്ദ സ്വരൂപധർत्री. ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്നാണ് ഭക്തേഷു, ഭക്തന്മാരുടെ ഉള്ളിൽ ഗോവിന്ദ സ്വരൂപധർत्री, ഗോവിന്ദനെ നന്നായിട്ട് തന്നെ ധരിക്കുന്നതായിട്ടുള്ള ഈ ഭക്തിദേവി പ്രേമ ഏകകർत्री, വേറൊന്നും ചെയ്യണില്ല, ഭഗവാനെ പ്രേമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭവരോഗഹന്ത്രി,
അപ്പോൾ ഭവരോഗം എന്നുള്ളത്, സംസാരം എന്നുള്ളത്, ജനിക്കുക മരിക്കുക എന്നുള്ള ഈ ജീവന്റെ വലിയ കഷ്ടപ്പാടുണ്ടല്ലോ, അതിനെ മുഴുവൻ ഹന്ത്രി, കൊല്ലുന്ന ആളാ, നശിപ്പിക്കുന്നയാളാ ഭക്തിദേവി. സാ ത്വം ച, ആ അവിടുന്ന്, തിഷ്ഠസ്വ, വസിച്ചോളൂ, ഇരുന്നോളൂ, സുധൈര്യ അസംശ്രയ, സുധൈഹി അസംശ്രയ, മധുരത്തോടു കൂടിയിട്ട്, സുധയ, സുധ തേനാണ്, മാധുര്യത്തോടു കൂടിയിട്ട് നിറഞ്ഞ് ഇരുന്നോളൂ. ഇനി എങ്ങനെയാ ഇരിക്കേണ്ടത്? വേറെ ഒരു ആശ്രയം വേണ്ട, മറ്റൊന്നിന് അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല, അതാണ്. അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കണം, അതാണ്. തിഷ്ഠസ്വ സുധൈഹി അസംശ്രയ. പിന്നെയോ, നിരന്തരം വൈഷ്ണവമാനസാനി, നിരന്തരം, എന്നും വേണം, എപ്പോഴും വേണം, സദാ 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 അങ്ങനെ നിറഞ്ഞിരിക്കണം എന്നാ. നിരന്തരം വൈഷ്ണവമാനസാനി, വൈഷ്ണവ ഭക്തന്മാരിൽ, അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നോളൂ. വേറെ ഒന്നും എനിക്ക് പ്രവേശിക്കരുത്, അത്രയും തിക്കായിട്ടിരുന്നോളൂ. അപ്പോൾ എന്തൊരു ഭാഗ്യ! അത് കേൾക്കണച്ചാൽ എന്ത് വേണം? ആ ഭക്തി നിറഞ്ഞിരിക്കുമ്പോൾ ഈ ഭാഗവതം വായിച്ചാൽ പിന്നെ ആ മനസ്സിലേക്ക് എങ്ങനെയാ ഭാഗവതം കയറുക? ഭഗവാന് കയറാൻ, ഭാഗവതത്തിന് കയറാൻ പറ്റാത്തതായിട്ടുള്ളൊരു സ്ഥലമില്ല. ആകാശരൂപിയാണ്, ഹരിയാണ്. ഹരിക്ക് ചെന്നെത്താൻ പറ്റാത്തതായിട്ടുള്ളൊരു സ്ഥലമില്ല. ഹരിക്കൊഴിച്ച് ബാക്കി ഒന്നിനും അവിടെ കയറാൻ പറ്റില്ല, ഭക്തി നിറഞ്ഞിരുന്ന. നമ്മൾ നേരത്തെ പറഞ്ഞു, മണൽ നിറച്ച് കുടത്തിലിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളമൊഴിച്ചാൽ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ചെല്ലുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതായിട്ട് അങ്ങോട്ട് മാറും. അതൊരു വല്ലാത്ത ഭാവമാണ്. നമുക്കതിനെ അത്ര ചിന്തിച്ചെടുക്കാത്ര എളുപ്പമല്ല. ഒരു വസ്തു നിറഞ്ഞു നിൽക്കുകയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു വസ്തു എന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ വസ്തു മാറും, അല്ലെങ്കിൽ ഈ വസ്തുവിനടക്ക് ചെല്ലാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല. ഭക്തി അവിടെ ഉണ്ടെങ്കിൽ ഭഗവാൻ കയറിയിരിക്കും, ഭാഗവതം കയറിയിരിക്കും. ഭാഗവതം ജ്ഞാന വൈരാഗ്യ ഭക്തി സകലതും കൂടിയതാ, കർമ്മത്തെ ഇല്ലാണ്ടാക്കുന്നതാ. സകല പാപങ്ങളും ഇല്ലാണ്ടാവും. ദുഃഖ ദാരിദ്ര്യ പ്രക്ഷാളനാർത്ഥം, പാപപ്രക്ഷാളനാർത്ഥം, സംസാരം നാശാർത്ഥം, ഭവ രോഗഹന്ത്രി ആണ്. അപ്പം അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭക്തേഷു ഗോവിന്ദ സ്വരൂപ, നല്ല രൂപം ധരിച്ച്, ധർत्री സ്വരൂപ ധർत्री, പ്രേമ ഏകകർत्री, ഭവരോഗഹന്ത്രി, സാത്വം ച തിഷ്ഠസ്വ സുധൈഹി അസംശ്രയ, നിരന്തരം വൈഷ്ണവ മാനസാനി. അപ്പം ഇങ്ങനെ വൈഷ്ണവ മനസ്സുകളിൽ, വിഷ്ണുചിത്തന്മാരിൽ ഭക്തിദേവി നിറഞ്ഞിരിക്കൂ. ഗോവിന്ദ സ്വരൂപ ധർത്തിയായിട്ടുള്ള ഭക്തിദേവി ഭക്തരുടെ ഹൃദയത്തിൽ, മനസ്സിൽ പ്രേമഭക്തി കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നോളൂ. എന്നാൽ അവരുടെ ഈ സംസാരം എന്നുള്ളത് തീരും. അതോപി ദോഷ കലിജായിമേ ത്വം ദ്രഷ്ടും ന ശക്ത പ്രഭവോപി ലോകേ, ഏവം തദാജ്ഞാവസരേ വിഭക്തിസ്തദാ നിഷണ്ണ ഹരിദാസചിത്തേ. ഈ ഒരാവശ്യം സനകാദി മഹർഷിമാർ പറഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. ഭക്തിദേവി നേരെ വിഷ്ണു ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് ചേർന്നിരുന്നു, നിറഞ്ഞിരുന്നു, ലയിച്ചിരുന്നു. ഭഗവാനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഭാഗവതത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ജീവൻ്റെ മുക്തിക്ക് വേണ്ടിയിട്ട് ഭക്തി ഉള്ളിൽ അങ്ങോട്ട് നിറഞ്ഞു. അതഹ അപ്പി ദോഷാഹ, അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ദോഷങ്ങളുണ്ട്. എന്തിൻ്റെ ദോഷങ്ങൾ? ഇത് ഭക്തി നിറഞ്ഞിരുന്നതിൻ്റെ ശേഷമല്ല കേട്ടോ. കലിജ ഇമേ ത്വാം, ഈ ദോഷങ്ങൾ കലികാലത്തിൻ്റേതായിട്ടുള്ള ദോഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ദ്രഷ്ടും ന ശക്താഹ, അതിനെ കാണാനുള്ള ശക്തിയില്ല. പ്രഭവ അപി ലോകെ, കലിയുടെ ദോഷത്തിൻ്റെ ആ പ്രഭാവം അങ്ങോട്ട് കാണാനുള്ള ശക്തി ഇല്ല. ഏവം തത് ആജ്ഞ അവസരേ അപി, ആ കലിയുടെ ഈ ആജ്ഞ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവേ, അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഭക്തി തഥാ നിഷണ്ണ, ആ ഭക്തി ഈ ഹൃദയത്തിൽ അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഹരിദാസചിത്തന്മാരുടെ മനസ്സിൽ ഈ ഭക്തി അങ്ങോട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ കലിയുടെ ആജ്ഞ വിലപ്പൂല. കലികാല ദോഷങ്ങളുണ്ട്, കലിയുടെ ആജ്ഞയുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ അതൊന്നും പ്രേരണ ഉണ്ടാവുന്ന, ആ പ്രേരണ
ഈ ചൂടാക്കി ഇരുമ്പിൽ വെള്ളമൊഴിച്ചാൽ എങ്ങനെയാണ് ഇല്ലാണ്ടാവുക? സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞ എങ്ങനെയാണ് ഇല്ലാണ്ടാവുക? തീ കത്തിച്ചാൽ പ്രകാശം ഉണ്ടാവും, ഇരുട്ട് മുഴുവൻ ഇല്ലാണ്ടാവും. ഇങ്ങനെ അപ്പം ഈ കാരണം കൊണ്ട് ലോകത്തിൽ കലിയുടേതായിട്ടുള്ള ഈ സ്വഭാവം, അതേപോലെ ഭക്തിയുടെ ഈ സ്വഭാവവും അത് എങ്ങനെയാണ് സമർത്ഥിക്കേണ്ടത്? കലിദോഷങ്ങൾ ഭവതിയെ നോക്കാൻ ധൈര്യപ്പെടില്ല. സനകാദികളുടെ ഈ ഒരു ആജ്ഞ പോലെയുള്ള പറച്ചിൽ അത് അപ്പം തന്നെ നടപ്പാക്കി ഈ ഭക്തിദേവി. പിന്നെ കാത്തിരുന്നില്ല. വിഷ്ണു മനസ്സുകളിൽ അങ്ങോട്ട് നിറഞ്ഞിരുന്നു. അതോപി ദോഷാഹ അതഹ അപി ദോഷാഹ കലിജ ഇമേ ത്വാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കലിദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും അവിടുന്ന് ദ്രഷ്ടും ന ശക്താഹ പ്രഭവ അപി ലോകെ. അവിടുന്ന് ഈ കലിയുടെ ദോഷങ്ങളെ കാണാൻ അശക്തയാണ്. എങ്കിലും കലിയുടെ പ്രഭാവം വളരെ കൂടുതലാണ്. എങ്കിലും ഇനി വരാൻ പോകുന്ന കലികാല ദോഷങ്ങൾ കലിയുഗത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുക, ഇതൊക്കെ അവിടത്തേക്ക് അറിയാം. എങ്കിലും അവിടത്തേക്ക് അത് കാണാൻ ഇഷ്ടമില്ല. എങ്കിലും ഏവം തഥാ ആജ്ഞ അവസരേ വിഭക്തി. ഇങ്ങനെ ഈ സനകാദി മഹർഷിമാരെ ഒരു ആജ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭക്തിദേവി അവിടെ തഥാ നിഷണ്ണ ഹരിദാസജിത്തെ, ഈ ഹരിദാസന്മാരുടെ വിഷ്ണു ഭക്തന്മാരുടെ മനസ്സിലങ്ങോട്ട് നിഷണ്ണ നിറഞ്ഞിരുന്നു. വേറൊന്നിനും പ്രവേശമില്ലാത്ത രീതിയിൽ ആ ആജ്ഞ പാലിക്കപ്പെട്ടു. സനകാദി മഹർഷിമാരുടെ ആജ്ഞ പാലിക്കപ്പെട്ടു. അതോപി ദോഷ കലിജായിമേ ത്വാം ദ്രഷ്ടും ന ശക്ത പ്രഭവോപി ലോകേ ഏവം തദാജ്ഞ അവസരേ വിഭക്തിസ്തദാ നിഷണ്ണ ഹരിദാസചിത്തേ. 73-ാമത്തെ ശ്ലോകം. സകലഭുവനമധ്യേ നിർധനാസ്തേ വിധന്യ നിവസതി ഹൃദയേഷാം ശ്രീർഹരേർഭക്തിരേക ഹരിരവി നിജലോകം സർവധാതോ വിഹായ പ്രവിശതി ഹൃദി തേഷാം ഭക്തിസൂത്രോപനദ്ധ. സകല ഭുവനമധ്യേ, ഈ ഭുവനം എന്നുള്ളത് ഭൂമി എന്ന് പറയാറുണ്ട്. 14 ലോകങ്ങൾക്കും കൂടിയിട്ട് ഭുവനം എന്ന് പറയാറുണ്ട്. സകല ഭുവനമധ്യേ, ഈ ഭൂമിയുടെ മധ്യത്തിൽ നിർധനാഹ അപി തേ ധന്യാഹ, നിർധനന്മാരാണെങ്കിലും അവർ ധന്യന്മാരാണ്. നിർധനൻ എന്നുള്ളത് ദാരിദ്ര്യം പലതരത്തിലുണ്ട്. ധനദാരിദ്ര്യം മാത്രം ദാരിദ്ര്യം അങ്ങനെ കണക്കാക്കരുത്. ആഹാര നീഹാര നിദ്രാദികൾ വേണ്ട സമയത്ത് വേണ്ട പോലെ കിട്ടണില്ലെങ്കിൽ ആ ആൾ ദരിദ്രം തന്നെയാണ്. അപ്പോൾ അത് ധാരാളം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ കൊഴുപ്പുകളൊന്നും വേണ്ട, അയാൾ ധനവാനാണ്, ധനികനാണ്, ധന്യനും ആണ്. യേഷാം ഹൃദി, അങ്ങനെ ഉള്ളവരുടെ ഹൃദയത്തിൽ, ഈ ധന്യന്മാരായിട്ടുള്ള ഭാഗവത ഭക്തന്മാരുണ്ടല്ലോ, ഭഗവാന്റെ ഭക്തന്മാർ, അവരുടെ ഹൃദയത്തിൽ ശ്രീഹരേഹേ, ഈ ഭഗവാന്റെ ഏകാഭക്തി നിവസതി, ഭഗവാനെ മാത്രം ഭക്തിയോട് കൂടിയിട്ട് ഭജിക്കുന്നതായിട്ടുള്ള വിഷ്ണുചിത്തന്മാരുടെ ഹൃദയത്തിൽ ഉറച്ച് അവിടെ ഇരുന്നു. ഹരിഹി അഭി, ഭഗവാനും അവിടെ സർവഥ എല്ലാ അർത്ഥത്തിലും ഭക്തിസൂത്രോപനദ്ധ. ഭക്തി സൂത്രം എന്ന് വെച്ചാൽ ചരട്, കയറ് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള നൂല് കൊണ്ട് ഉപനദ്ധ, അതുകൊണ്ട് അങ്ങോട്ട് ബന്ധിക്കപ്പെട്ടു. ഭക്തിയും ഭഗവാനും കൂടിയിട്ട് ഒരു ചരടിൽ കോർത്തു. അങ്ങനെ കെട്ടപ്പെട്ടിട്ട് നിജലോകം വിഹായ, ഇത് ഭഗവാന്റെ ലോകത്തെ ഉപേക്ഷിച്ചു, വൈകുണ്ഠത്തെ ഉപേക്ഷിച്ചു, ഗോലോകത്തെ ഉപേക്ഷിച്ചു. എന്നിട്ടോ തേഷാം ഹൃദി, ഇങ്ങനെയുള്ള വൈഷ്ണവചിത്തന്മാരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇന്നും നമ്മളിപ്പോൾ ഭാഗവതം വായിക്കുകയാണ്, ഭാഗവതം കേൾക്കുകയാണ്. ഭാഗവതമായിട്ടില്ല, ഭാഗവതത്തിൻ്റെ മഹിമയായിട്ടുള്ളൂ. പക്ഷേ ഉള്ളിലൊരു ഭക്തിഭാവം വരുന്നുണ്ടോ? ഉള്ളിൽ ഭഗവാനെ കാണാനുണ്ടോ? ഏത് രൂപാച്ചായിക്കോട്ടെ. അപ്പോൾ സകല ഭുവന മധ്യേ, ഈ 14 ലോകങ്ങളിൽ എവിടെയായാലും അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയായാലും നിർധനാഹ തേ അഭിധന്യ, ഒരു ധനവും ഇല്ലാത്തവർ, ദരിദ്രന്മാരായിക്കോട്ടെ, നിർധനന്മാരായാലും നിഷ്കിഞ്ചനന്മാരായാലും നിസ്വനായാലും വേണ്ട, വിരോധമില്ല. അവരുടെ ഈ മനസ്സിൽ ഭക്തി ഇരിക്കുകയാണെങ്കിൽ അവരൊക്കെ ധന്യന്മാരാണ്. ഭഗവാൻ കൂടെ ഇരിക്കുന്നത് കൊണ്ട് അവരൊക്കെ ധന്യന്മാരാണ്.
നിവസതി ഹൃദയേഷാം, നിവസതി അവിടെ ഇരിക്കുകയാണ്. ആരുടെ ഹൃദയത്തിൽ? ഹൃദി യേഷാം, കേഷാം ഹൃദി, ആരുടെ ഹൃദയത്തിലാ? ശ്രീഹരേഹേ ഭക്തി ഏക, ഭഗവാന്റേതായിട്ടുള്ള ഈ ഭക്തി ഒന്ന് മാത്രം, വിഷ്ണുവിനോടുള്ള ഭക്തി മാത്രമുള്ള, വിഷ്ണു ഭക്തന്മാരിൽ പ്രത്യേകം പറയണ്ടാവണ്ട. ശ്രീഹരേഹേ ഭക്തി ഏക, ഏകാഭക്തി മഹാവിഷ്ണുവിനോട് മാത്രം, ഒറ്റ ഭക്തി, വിഷ്ണു ഭക്തി മാത്രം. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ഹരിഹി അപി, ഭഗവാനും ഇതാ, നിജലോകം വൈകുണ്ഠോ ഗോലോകോ യഥാച്ചാ അത് സർവഥാതോ വിഹായ, എല്ലാ അർത്ഥത്തിലും സർവഥ അതാ വിഹായ, അതിനെ ഉപേക്ഷിച്ചു. എന്നിട്ടോ പ്രവിശതി, എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നിട്ടോ ഇവിടെ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഹൃദി തേഷാം, അവരെല്ലാം അങ്ങോട്ട് എങ്ങനെയിരുന്നു? ഭക്തി സൂത്രോപനർത്ഥ, ഭക്തിയോട് കൂടിയിട്ട് ആ സൂത്രം കൊണ്ട്, കയറ് കൊണ്ട്, നൂല് കൊണ്ട്, ഉപനദ്ധ ആണ്ട് കെട്ടിന്നാ. ഭക്തിയും ഭഗവാനും കൂടിയിട്ട് ആണ്ട് കെട്ടി, കല്യാണം കഴിച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടി അവിടെ ഇരുന്നു. അപ്പോൾ ഈ കല്യാണം എന്നുള്ള വാക്കിന് ആണും പെണ്ണും വധൂവരന്മാരെ എന്ന് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ല, രണ്ടുപേരും കൂടി ഇരുന്നാലാണ് മംഗളം. അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ് മിഥുനങ്ങൾ, അതായത് ആണും പെണ്ണും കൂടി ഇരിക്കുമ്പോൾ. അതിനേക്കാൾ മീതയാണ് അമ്മയും മകനും കൂടി ഇരിക്കുമ്പോൾ. പഞ്ചേന്ദ്രിയങ്ങളിൽ, തൊലിയിൽ ഇങ്ങനെ ഒരു സൂത്രം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ഈ 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങളെ ആലിംഗനം ചെയ്യുമ്പോൾ തമ്മിലുള്ള തൊലി സ്പർശം ഉണ്ടല്ലോ, ആ സ്പർശസുഖം, ആലിംഗന സുഖമാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ ഏറ്റവും മാക്സിമം. ബാക്കിയുള്ള സുഖമൊക്കെ നിസ്സാര. കാണായാലും കേൾക്കായാലും ഭോഗമായാലും എന്തായാലും, പഞ്ചാരപ്പായസം ആയാലും ശരിയെന്നർത്ഥം. ഈ ആലിംഗന സുഖത്തോളം ആണും പെണ്ണും കൂടിയിട്ട് ചേർന്നതിന് അതില്ല. അപ്പോൾ ഇതറിഞ്ഞാലാണ് ഈ ഭക്തി സൂത്ര ഓപനർത്ഥം മനസ്സിലാവുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഭക്തി ഭഗവാനോട് കൂടി ചേർന്ന്, എങ്ങനെ കൂടി ചേർന്നു എന്നുള്ളത് കണക്കാക്കണ്ട, അത്ര ചേർന്നിറക്കാണ്. സൂര്യൻ്റെ രശ്മി പോലെ. ഇപ്പം മണ്ണിൻ്റെ ഗന്ധം, ജലത്തിൻ്റെ രസം, അഗ്നിയുടെ രൂപം, വായുവിൻ്റെ സ്പർശം, ആകാശത്തിൻ്റെ ശബ്ദം, ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്ന കൂട്ടത്തിൽ വേർപ്പെടാൻ പറ്റാത്ത രീതിയിൽ അത്, കാരണം അത് കൂട്ടിച്ചേർത്താണ് അത്. അങ്ങനെ പ്രവിശതി, ഏതിൽ? ഈ ഹൃദയത്തിൽ. ഭക്തി സൂത്രോപനഥ ഹൃദി തേഷ, ഏത് ഹൃദയത്തിലാ? ശ്രീഹരേഹേ ഭക്തിരേഖ, അങ്ങനെയുള്ള ഹൃദി യേഷാം, ഇവരുടെ മനസ്സിലാണ് ഈ ഭക്തി കയറിയിരുന്നത്, ഭഗവാൻ കയറിയിരുന്നത്. എവിടുന്ന്? വൈകുണ്ഠവും ഈ ഗോലോകവും ഉപേക്ഷിച്ചിട്ട് അവിടെ വന്നിട്ടിരുന്നത്. സകല ഭുവന മധ്യേ നിർധനാഹ തേ അഭിധന്യ നിവസതി ഹൃദി യേഷാം ശ്രീഹരേഹേ ഭക്തി ഏക, ഹരിഹി അപി നിജലോകം സർവഥാ അതഃ വിഹായ പ്രവിശതി ഹൃദി തേഷാം ഭക്തിസൂത്രോപനദ്ധ. ഇനി ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഇങ്ങനെയുള്ള ഈ ഭക്തിഭാവം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഭഗവാനോടൊപ്പം കെട്ടപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ, നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഭാഗവതം കയറില്ലേ? കലിദോഷം വരുമോ? വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ള സംസാരം വരുമോ? കർമ്മം ഒടുങ്ങും, പാപം മുഴുവൻ തീരും, സച്ചിദാനന്ദം മാത്രം, ദുഃഖമില്ല. പിന്നെ അങ്ങനെയുള്ള ആ ഇരിപ്പ് വശം നമ്മൾ കണ്ടുകൊണ്ട് ബ്രൂമോദ്യത്തെ കിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിധസ്യ യത് സംശ്രയാത് നിഗതനാൽ ലഭതേ സുവക്താം ശ്രോതാഭി കൃഷ്ണസമതാം അലം അന്യധർമ്മൈഃ. ഭാഗവതാഭിധസ്യ ബ്രഹ്മാത്മകസ്യ, ഭാഗവതം എന്ന പേരോടുകൂടിയ ഈ വേദസാരത്തിൻ്റെ, വേദസ്വരൂപത്തിൻ്റെ മഹിമാനം, ഈ മഹിമയെ, മഹാത്മ്യത്തെ, ഏവം തേ അധികം കിം ബ്രൂമഹ, ഇതിലും കൂടുതൽ എങ്ങനെയാണ് പറയുക? അധികമൊന്നിനും ഒന്നും പറയാനില്ല. ഭൂവി, ഈ ലോകത്തിൽ, യത് സംശ്രയാത്, യാതൊന്നിനെയാണോ ആശ്രയം കൊണ്ടും നിഗതനാത്, ഉച്ചാരണം കൊണ്ടും, നിഗതനാത് ഉച്ചാരണം കൊണ്ട്,
നിഗതേന, ഉറക്കെ പറയാം എന്നല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാം. നിഗതനാത് ഇങ്ങനെ ഉച്ചാരണം കൊണ്ടും സുവക്കത ശോഭനമായിട്ട് വ്യാഖ്യാനിക്കുന്ന ആ ഒരു ഭാവം. അതേപോലെ ശ്രോത അഭി അത് കേൾക്കുന്നവർ കൃഷ്ണസമതാം കൃഷ്ണനുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കില്ലേ. ഞാൻ എന്താ കൃഷ്ണൻ്റെ കൂടെയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ കൂടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് കരഞ്ഞ് ഓടി ചാടി എല്ലാം ചെയ്യും. ഒപ്പിരുന്നുണ്ട്, ഒപ്പിരുന്ന് ഒപ്പം ഉറങ്ങി തലോടി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷ്ണൻ്റെ കാലിൽ അങ്ങോട്ട് തലവയ്ക്കുക, കൃഷ്ണൻ കാലിൽ ഇങ്ങോട്ട് തലവയ്ക്കുക, അങ്ങോട്ട് വീശി കൊടുക്കുക, ഇങ്ങോട്ട് വീശി കൊടുക്കുക, ആഭരണങ്ങളെ അണിയിക്കുക, മാല ഉണ്ടാക്കുക, ചൂടിക്കുക, പലതും പലതും. അതിങ്ങനെ കൃഷ്ണസമത ആ ഒരു താതാത്മ്യം ലഭതേ കിട്ടുന്നു. അന്യധർമ്മൈഹി അലം വേറെ ധർമ്മങ്ങൾ ഇനി വേണോ? ഭാഗവത ഭക്തന്മാർക്ക് കൃഷ്ണപ്രേമികൾക്ക് വേറൊരു ഭക്തി ഇനി ആവശ്യമില്ല. ബ്രൂമോദ്യത്തെ കിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിധസ്യ യൽ സംശ്രയാത് നിഗതനാത് ലഭതേ സുവക്ത നിഗതനാത് ലഭതേ. അവിടെ ഒരു ലകാരം ത് എന്നായിട്ട് മാറും. ഇൽ എന്നുള്ള നിഗതനാൽ ലഭതേ നിഗതനാത് ലഭതേ സുവക്ത ശ്രോതാവി കൃഷ്ണസമതാം അലം അന്യധർമ്മൈഹി. അപ്പോൾ ബ്രൂമോദ്യത്തെ ബ്രൂമഹ അദ്യ. ഇനി എന്തിനാ കൂടുതൽ ഇപ്പോൾ വേറൊന്ന് പറയാനുള്ളത്? കിം അധികം മഹിമാനമേവം. എന്താ ഇനിയിപ്പോൾ ഒരു മഹിമ വേറെ ഒന്ന് പറയാനുള്ളത്? ബ്രഹ്മാത്മകസ്യ ഭുവി. ഈ ഭാഗവതം എന്ന് പേരായിട്ടുള്ള ബ്രഹ്മാത്മകമാണത്. കാരണം ബ്രഹ്മാവിനെ ആത്മാവായിട്ട് സ്വീകരിച്ച്, അല്ലെങ്കിൽ ബ്രഹ്മമാണ് അതിൻ്റെ ആത്മാവ്. ഭാഗവതത്തിൻ്റെ ആത്മാവ് ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഈ ഭാഗവതത്തെ ഭാഗവതത്തിൻ്റെ ഭുവി, ഈ ഭൂലോകത്തിൽ ഭാഗവതാഭിധസ്യ ഈ ഭാഗവതം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കപ്പെട്ടതായിട്ടുള്ള അങ്ങനെയുള്ള ഒരു പേരോട് കൂടിയതായിട്ടുള്ള ഈ ബ്രഹ്മ അവസ്ഥയിലുള്ള കൃഷ്ണ വാങ്മയ രൂപമായിട്ടുള്ള പ്രത്യക്ഷ കൃഷ്ണ ഏവഹി ആയിട്ടുള്ള ഈ ഭാഗവതം യത് സംശ്രയാത് ആരാണോ ആശ്രയിക്കുന്നത്, അങ്ങനെയുള്ള ഈ അതിപ്രശസ്തമായിട്ടുള്ള ഈ ഭാഗവതത്തെ, ബ്രഹ്മം എന്നറിയപ്പെടുന്നതായിട്ടുള്ള ഈ ഭാഗവതത്തെ ആരാണോ ആശ്രയിക്കുന്നത്, നിഗതനാത് അത് ഉറക്കെ ഘോഷിച്ചുകൊണ്ട് അതിനെ വായിക്കുന്നത്, പറയുന്നത്, വ്യാഖ്യാനം ചെയ്യുന്നത്, ഇങ്ങനെ സുവക്താക്കളായിക്കൊണ്ട് നന്നായിട്ട് അതിൻ്റെ കഥകളെ പറയുന്ന ഒരാൾ, സ്വീകരിക്കുന്ന ഒരാൾ, കേൾക്കുന്ന ഒരാൾ, അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാൾ, ശ്രവണ മനന നിധിധ്യാസം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ കൃഷ്ണസമതാം കൃഷ്ണതുല്യതയെ പ്രാപിക്കുന്നു. ലഭതേ അന്യധർമ്മൈഹി അലം. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ധർമ്മത്തിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. 74-ാമത്തെ ശ്ലോകം. ബ്രൂമോദ്യത്തെ കിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിധസ്യ യൽ സംശ്രയാത് നിഗതനാത് ലഭതേ സുവക്ത ശ്രോതാവി കൃഷ്ണസമതാം അലം അന്യധർമ്മൈഹി കൃഷ്ണസമതാം അന്യധർമ്മൈഹി. ഇങ്ങനെ 74 ശ്ലോകങ്ങളെ പറഞ്ഞു. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ഭക്തികഷ്ടനിവർത്തനം നാമ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 46-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ 3 അധ്യായം പറഞ്ഞു. ഈ 3 അധ്യായവും പഠിക്കുക. എന്നിട്ട് ജൂലൈ 1, 2, 3 തീയതികളിലായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാവുക. വായിക്കുക, തെറ്റുകൂടാതെ കണ്ട് വായിക്കുക. അതിനെ സ്വയമേവ തന്നെ കേട്ട് തിരുത്തുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യാം. ശ്രീ ഗുരുവായൂരപ്പ. കമൻറ്റ് ഇടാം. ഇനി കൂടുതൽ പറയണോ, കുറച്ച് പറയണോ, വാച്യാർത്ഥം മാത്രം പറഞ്ഞാൽ മതിയോ, ഇങ്ങനെ പലതും പല അഭിപ്രായങ്ങളുണ്ടാവും. അതുപോലെ അനുഭവങ്ങൾ, കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, പോരായ്മകൾ രണ്ടും ഒരേപോലെ പറയാം. എല്ലാ ഭക്തന്മാർക്കും നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓ നമോ ഭഗവതേ വാസുദേവായ. നാരായണ.